ഗുഡ് മോർണിംഗ് ടു ഓൾ ഓഫ് യു. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് പ്രൈസിങ്ങിനെ കുറിച്ചാണ്. ഈ പ്രൈസിങ്ങിനെ കുറിച്ച് പഠിക്കുമ്പോൾ വളരെ നിർണായകമായ ഒരു ഘടകമാണ് പ്രൈസിങ്. പ്രൈസിങ് അക്സെപ്റ്റബിൾ ടു ദ കൺസ്യൂമർ ആൻഡ് മാർക്കറ്റ്. അത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് വേണം പ്രൈസിങ് നിർണ്ണയിക്കാൻ. ഒരു പ്രോഡക്റ്റിൻ്റെ പ്രൈസ് കോസ്റ്റിംഗ് ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്, അവരത് വർക്ക് ചെയ്യും. അതിൽ ഒരുപാട് കാര്യങ്ങൾ അതിൽ മൈന്യൂട്ട് ഡീറ്റെയിൽസ് കൂടെ എടുത്താണ് കോസ്റ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് വർക്ക് ചെയ്യുക. എല്ലാവർക്കും കോസ്റ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് വെച്ച് വർക്ക് ചെയ്യാനുള്ള സാഹചര്യങ്ങൾ കുറവാണ്. സോ മാർക്കറ്റ് കോമ്പറ്റീഷൻ അനുസരിച്ച് വേണം നമ്മുടെ പ്രൈസിങ് കൂടുതലായി പോയി കഴിഞ്ഞാൽ നമ്മുടെ കസ്റ്റമർക്ക് അത് വാങ്ങാൻ കഴിയില്ല. സോ നമ്മൾ ഏത് തരം കസ്റ്റമേഴ്സിനെയാണ് ടാർഗറ്റ് ചെയ്യുന്നത്, വെദർ പ്രീമിയം കസ്റ്റമർ ആണോ അല്ല മാസ് ആണോ നമ്മളെന്ന് ആദ്യം തീരുമാനിക്കണം. നമ്മുടെ പ്രൊഡക്ഷൻ മാസ് ആണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ മാസ് കൺസ്യൂമറിലേക്ക് പോകണമെങ്കിൽ പ്രൈസ് ഷുഡ് ബി കോമ്പറ്റേറ്റീവ് ദാൻ യുവർ കോമ്പറ്റേറ്റേഴ്സിൻ്റെ പ്രൈസും നമ്മുടെ പ്രൈസും വളരെ കൂടുതലാകാൻ പാടില്ല. കാരണം കസ്റ്റമർ വന്ന് പ്രൈസ് ഒരു ഫാക്ടറായിട്ട് തന്നെയാണ് കാണുന്നത്. പ്രോഡക്റ്റ് എസ്റ്റാബ്ലിഷ് ചെയ്ത ശേഷം നമുക്ക് പിന്നെ പ്രൈസിങ്ങിൻ്റെ കാര്യത്തിൽ ഒരു ചെറിയ കൂട്ടൽ മാത്രം സ്കെയിലപ്പ് ചെയ്യുമ്പോൾ നമുക്ക് ആ പ്രൈസിങ് വന്നിട്ട് ഒരു 50 പൈസ കൂട്ടിയാൽ പോലും സ്കെയിലപ്പിൽ ആ പ്രൈസിങ് നമുക്ക് മെച്ചമായി ഉണ്ടാവും. ആദ്യം തന്നെ പ്രൈസിങ് വന്നിട്ട് നമ്മൾ കൂടുതൽ വെച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും പ്രോഡക്റ്റ് മാർക്കറ്റിൽ മൂവ് ചെയ്യുന്നത് വളരെ കഷ്ടമാണ്. ഒരു മാർക്കറ്റിൽ പോയി കഴിഞ്ഞാൽ ആദ്യമായി അവർ സംസാരിക്കുന്ന സാറിൻ്റെ പ്രോഡക്റ്റ് എല്ലാം കൊള്ളാം, എന്താണ് വില, എനിക്കെന്ത് മാർജിൻ ഉണ്ട്, ഇത് രണ്ടാണ് മാർക്കറ്റിൽ ചോദിക്കുക. പ്രോഡക്റ്റ് വന്ന് കൺസ്യൂമർ വാങ്ങി ഉപയോഗിച്ച ശേഷം പിന്നീട് വന്നിട്ട് പ്രൈസ് കൂടിയാലും കസ്റ്റമറിന് പ്രശ്നമല്ല. ഒരു പ്രോഡക്റ്റ് ഇൻട്രൊഡക്ടറി ടൈമിൽ വളരെ നിർണായകമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം പ്രൈസിങ് തന്നെയാണ്. അതിൽ നമ്മൾക്ക് വന്നിട്ട് വളരെ കൂടുതൽ ശ്രദ്ധ ചെലുത്തണം. പ്രൊഡക്ഷൻ അനുസരിച്ചായിരിക്കും പ്രൈസിങ്. നമുക്ക് കൂടുതൽ വിൽക്കണ്ട എന്നാണെങ്കിൽ നമുക്ക് മാർക്കറ്റ് വന്നിട്ട് ഗ്ലോബലാണ്, അതുകൊണ്ട് നമുക്ക് നമ്മുടേതായ ഒരു വിലയ്ക്ക് നമുക്കത് വിൽക്കാൻ കഴിയും. സോ ഒരു പ്രീമിയം പ്രൈസിങ് എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും പ്രീമിയം പ്രൈസിങ് എല്ലാവർക്കും ലഭിക്കില്ല. സൂപ്പർ സ്റ്റാർ രജനീകാന്ത് ഇല്ലെങ്കിൽ പടം ഓടില്ല, അല്ലെങ്കിൽ അയാളെ വെച്ച് പടം എടുത്തു കഴിഞ്ഞാൽ എനിക്ക് ലാഭം സമ്പാദിക്കാൻ കഴിയുമെന്ന് പറയുന്നതാണ് പ്രീമിയം പ്രൈസിങ്. ഒരു ഡോക്ടർ, കാർഡിയാക് സർജൻ, അയാൾ എന്ത് വില കൊടുത്താലും നമ്മൾ അയാളുടെ അടുത്ത് പോയി കാർഡിയാക് ഓപ്പറേഷൻ ചെയ്യും. അതേമാതിരി ഒരു ട്രെയിനർ, ഡോക്ടർ അനിൽ ബാലചന്ദ്രൻ്റെ അടുത്ത് ഒരു ട്രെയിനിങ് പ്രോഗ്രാം വേണമെങ്കിൽ അയാൾ നിശ്ചയിക്കുന്ന പ്രൈസ് നമ്മൾ കൊടുക്കും. കാരണം അയാളിൽ മെറ്റീരിയൽസ് ഉണ്ട്, അയാളിൽ നിന്ന് നമുക്കത് പഠിച്ചെടുക്കാൻ കഴിയും, അത് ഉപയോഗപ്പെടുത്താൻ അങ്ങനെ നമുക്ക് ലാഭകരമാക്കാൻ പറ്റും. സോ അതിൽ വന്നിട്ട് ദേ ആർ ഓൾ സൂപ്പർ സ്റ്റാർസ്. അങ്ങനെ വരുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ പ്രോഡക്റ്റ് ഹിന്ദുസ്ഥാൻ ലിവറിനെക്കാട്ടിലും വിലയിട്ടിട്ട് ഒരു സോപ്പ് ഇറക്കി മാർക്കറ്റ് ചെയ്യണം പറഞ്ഞാൽ എളുപ്പമല്ല. അതുകൊണ്ട് നമ്മുടെ പ്രോഡക്റ്റിന് അനുസരിച്ചായിരിക്കും പ്രൈസിങ് ചെയ്യാമെന്നല്ലാതെ ഒരു പ്രീമിയം പ്രൈസിങ്ങിലേക്ക് എല്ലാ പ്രോഡക്റ്റിനും കൊണ്ടുപോകാൻ പറ്റില്ല. കാരണം ആ പ്രോഡക്റ്റ് കഴിച്ചുകൂടാൻ പറ്റില്ല, അല്ലെങ്കിൽ ആ പ്രോഡക്റ്റിൻ്റെ വാല്യൂ അത്രയും തന്നെ കിട്ടുമെന്ന് ഒരു കൺസ്യൂമറിന് ബോധ്യം വന്നാൽ മാത്രമേ ആ പ്രോഡക്റ്റിന് ആ പ്രൈസ് ആൾക്കാർ കൊടുക്കൂ. സോ നമ്മൾ വന്നിട്ട് നമ്മുടെ പ്രോഡക്റ്റ് എന്താണ്, നമ്മൾ ഏത് മാർക്കറ്റിലാണ്, ഏത് കൺസ്യൂമറെയാണ് നമ്മൾ നോക്കുന്നത്, അവിടെ എന്ത് പ്രോഡക്റ്റാണ് ഇന്ന് വിറ്റുകൊണ്ടിരിക്കുന്നത്, നമ്മുടെ പ്രോഡക്റ്റായിട്ട് ഇറങ്ങുമ്പോൾ ആ പ്രോഡക്റ്റിൻ്റെ കോമ്പറ്റീഷൻ എത്രയുണ്ട്, അവർ റീറ്റെയിലറിന് കൊടുക്കുന്ന മാർജിൻ എന്ത്, ഡിസ്ട്രിബ്യൂട്ടർ കൊടുക്കുന്ന മാർജിൻ എന്ത്, ട്രേഡ് സ്കീം എന്ത്, ഇതെല്ലാമാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. നമ്മൾ മാർക്കറ്റിലേക്ക് പോകുമ്പോൾ പെനിട്രേറ്റീവ് മാർക്കറ്റ്, അവരെത്താത്ത സ്ഥലത്ത് നമുക്ക് എത്തിയിട്ട് നമ്മുടെ പ്രൈസിങ്ങിൽ പ്രോഡക്റ്റ് വെക്കാൻ കഴിയും. തീർച്ചയായിട്ടും കൺസ്യൂമറിൻ്റെ മുന്നിൽ മാസ് പ്രോഡക്ട്സിന് പ്രൈസിങ് വളരെ ഇമ്പോർട്ടൻ്റ് തന്നെയാണ്. അത് കൂടുതൽ വെച്ച് മാസ് പ്രോഡക്റ്റിലെ പ്രൈസിങ് വെച്ച് കഴിഞ്ഞാൽ പ്രോഡക്റ്റ് മൂവ്മെൻറ്റ് കുറവായിരിക്കും. മാർക്കറ്റ് അല്ലെങ്കിൽ കോമ്പറ്റീഷനാണ്, പ്രൈസ് ഫാക്ടറും പ്രൈസ് ഒരു വാറാണ്. നമുക്ക് അതിൻ്റെ ലാഭകരമാക്കുന്നത് സ്കെയിലപ്പിലൂടെ മാത്രമാണ് നമ്മൾ മാസ് പ്രോഡക്റ്റിനെ ലാഭകരമാക്കാൻ കഴിയൂ. അത് സ്കെയിലപ്പ് ചെയ്തിട്ട് 1 രൂപ 50 പൈസ കൂട്ടിയാൽ പോലും ആരും അത് ശ്രദ്ധിക്കുന്നില്ല. പ്രോഡക്റ്റിന് തീർച്ചയായിട്ടും നമ്മുടെ പ്രൈസ് നമുക്ക് ഉദ്ദേശിച്ച പ്രോഫിറ്റ് നമുക്ക് നേടിയെടുക്കാൻ കഴിയും. മാസ് പ്രോഡക്റ്റിൽ മാത്രമേ നിങ്ങൾക്ക് കൺസ്യൂമേഴ്സ് കൂടുതൽ വരുമ്പോൾ നിങ്ങളുടെ വെൻഡേഴ്സിൻ്റെ അടുത്ത് നിങ്ങൾക്ക് നെഗോഷിയേറ്റ് ചെയ്യാനുള്ള പവറുണ്ട്.
ഇന്ന് വാങ്ങിക്കുന്ന പർച്ചേസ് പ്രൈസിന് വേണം പ്രോഡക്റ്റ് വാങ്ങണമെന്നില്ലല്ലോ. അത് നമ്മൾ മാസമായി വരുമ്പോൾ നമുക്ക് വാങ്ങിക്കാനുള്ള നെഗോഷിയേഷൻ പവറുണ്ട്. സോ മാസമായിട്ട് സ്കെയിലപ്പ് ചെയ്യുമ്പോൾ നമുക്ക് നെഗോഷിയേഷൻ പവർ പർച്ചേസിൽ നിന്നും കിട്ടും, ലോജിസ്റ്റിക്സും കിട്ടും, എല്ലായിടത്തും നമുക്ക് നെഗോഷിയേഷൻ ഉണ്ട്. സോ അത് ഒരു വിധത്തിൽ നമുക്ക് സേവ് ചെയ്യുമ്പോൾ, മറ്റൊരു വിധത്തിൽ സ്കെയിലപ്പ് ചെയ്യുമ്പോൾ നമ്മുടെ പ്രോഡക്റ്റിന് അഡ്വർടൈസ്മെൻറ്റ്സ് ഉണ്ടാവും, കൺസ്യൂമേഴ്സ് കൂടുതലുണ്ടാവും. സോ നമ്മുടെ പ്രോഡക്റ്റ് ഡിമാൻഡ് കൂടുമ്പോൾ തീർച്ചയായിട്ടും ഒരു ചെറിയൊരു പ്രൈസ് ഇൻക്രീസിന് എല്ലാവരും അക്സെപ്റ്റ് ചെയ്യും. അതുകൊണ്ട് ദയവ് ചെയ്ത് പ്രൈസിൻ്റെ കാര്യം വളരെ കൃത്യമായിട്ടും ശരിക്കത് മനസ്സിലാക്കിക്കൊണ്ടും അത് വേണം പ്രൈസിങ് ചെയ്യാൻ. പ്രൈസിങ് ആണ് നമ്മുടെ വിജയം. ഒരു പ്രോഫിറ്റബിലിറ്റി കമ്പനി നിർമ്മിക്കണമെങ്കിൽ പ്രൈസിങ് ആണ്. ചില സമയങ്ങളിൽ ലോ പ്രൈസ് കൊടുത്ത് മാർക്കറ്റ് എൻട്രി ബാരിയേഴ്സ് തടുക്കാൻ പറ്റും. അതായത് നമുക്കൊരു 20 പ്രോഡക്റ്റ് ഉണ്ടെങ്കിൽ അതിലൊരു 4 പ്രോഡക്റ്റ് ലോ പ്രൈസ് ചെയ്യും. ലോ പ്രൈസ് ചെയ്യുകയെന്ന് പറഞ്ഞു കഴിയുമ്പോൾ അത് ലോസ് മേക്കേഴ്സാണ്. പക്ഷേ അത് നമ്മൾ ലോസ് മേക്കറായിട്ട് എൻട്രി ചെയ്യുമ്പോൾ അത് എക്സിക്യൂട്ടീവ്സിനോട് പറഞ്ഞ് മനസ്സിലാക്കണം, അത് കുറച്ച് കൊടുത്താൽ മതി, മറ്റുള്ള പ്രോഡക്റ്റ് കൂടുതൽ കൊടുക്കാനാണ് ഈ പ്രോഡക്റ്റ് നമ്മൾ. സോ നമ്മുടെ കോമ്പറ്റീറ്ററിനെക്കാട്ടും വളരെ വില കുറച്ചായിരിക്കും ആ പ്രോഡക്റ്റ് എൻ്റർ ആകുന്ന മാർക്കറ്റിൽ. അത് ലോസാണ്. പക്ഷേ എന്നാൽ പോലും നമ്മളൊരു ആവറേജാണ് മാർക്കറ്റിങ്ങിൽ എടുക്കുക. ലോസ് പ്രോഡക്റ്റ് മാത്രമല്ല, നമ്മുടെ കയ്യിലുള്ള ബാസ്ക്കറ്റ് ഓഫ് പ്രോഡക്ട്സിനെ കാൽക്കുലേറ്റ് ചെയ്തിട്ട് വേണം നമ്മുടെ പ്രോഫിറ്റബിലിറ്റി എടുക്കാൻ. സോ ലോസ് പ്രോഡക്റ്റ് ഉള്ളതുകൊണ്ട് മാർക്കറ്റ് എൻട്രി ഉടനെ കിട്ടും. അതിനോടൊപ്പം തന്നെ നല്ല ഹൈ പ്രോഫിറ്റുള്ള പ്രോഡക്റ്റ് മാർക്കറ്റിൽ ട്രേഡ് സ്കീം കൊടുത്ത് നമ്മൾ കൊടുക്കണം. അങ്ങനെയാണ് നമ്മൾ മാർക്കറ്റിങ്ങിൽ പിടിച്ചു നിൽക്കാൻ കഴിയൂ. സോ ഇത് എല്ലാവരും ഒന്ന് മനസ്സിലാക്കണം. എല്ലാത്തിനും പ്രീമിയം പ്രൈസിങ് പറ്റില്ല. അതുകൊണ്ട് അവരവരുടെ ഇൻഡസ്ട്രിയിലനുസരിച്ച് വേണം പ്രൈസ് ഫിക്സ് ചെയ്യാൻ. ഇത് എൻ്റെ ഒരു ഇൻഫർമേഷൻ മാത്രമാണ്, എൻ്റെ ഒരു ചെറിയ നോളേജ് എന്ന്. ഞാനൊരു ട്രെയിനറല്ല, ഞാനൊരു അനുഭവശാലി. 40 വർഷത്തിൽ 24 കമ്പനിയിൽ വർക്ക് ചെയ്ത എൻ്റെ പ്രാക്ടിക്കൽ എക്സ്പീരിയൻസും മാർക്കറ്റ് എക്സ്പീരിയൻസും ഞാൻ നിങ്ങളോട് അറിയിക്കുകയാണ്. താങ്ക് യു.